ഈറ്റ് മൂവിയിലെ നിങ്ങളറിയാത്ത ചില ഫാക്ട്സ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ബിൽ സ്കാർസ്ഗാർഡിൻ്റെ ഐക്കോണിക് പെനിവൈസ് സ്മൈല് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ഒരു ക്ലൗണിൻ്റെ സ്മൈലും അതുപോലെ തന്നെ ഒരു കുട്ടി വരച്ച ചിത്രത്തിലൂടെയുള്ള സ്മൈലും ചേർത്താണ് ബില്ലിന് പെനിവൈസിൻ്റെ ആ സ്മൈലിലോട്ട് പ്രചോദനം കൊണ്ടത്. രണ്ടാമത്തെ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ പെനിവേസിൻ്റെ ബുക്കിലുള്ള രൂപം ഒരു കൂറ്റൻ കൂടാരമുള്ള ജീവിയായിട്ടാണ്. എന്നാൽ ചിത്രത്തിൻ്റെ സംവിധായകൻ ആൻഡി മുഷിയറ്റി ഈ രൂപം സിനിമയിൽ വേണ്ടാന്ന് വെച്ചിട്ട് അത് വേറെ രൂപത്തിലോട്ടാണ് അദ്ദേഹം ഇതിലോട്ട് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ പെനിവേസിൻ്റെ ഒരു ഡാൻസിങ് ക്ലൗൺ സീനുണ്ട്. ഈ സീന് ഒറ്റ ടേക്കിൽ എടുത്തതാണ്. അടുത്ത ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ 1 പെനിവസിന് ആകെ 4 മിനിറ്റ് ഡയലോഗ് മാത്രമേ ഉള്ളൂ എന്നതാണ്. അടുത്ത ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ചുള്ള രംഗങ്ങൾ ചിത്രീകരിക്കുന്നത് വരെ ചൈൽഡ് ആക്ടേഴ്സുമായി ബിൽ സ്കാർസ്ഗാർഡിനെ സംവിധായകൻ മാറ്റി നിർത്തിയിരുന്നു. അടുത്ത ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽ സ്കാർസ്ഗാർഡിന് പെനിവസ് ആയതിനു ശേഷം തനിക്ക് നിരന്തരമായിട്ടുള്ള പേടി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. അതുപോലെ തന്നെ പെനിവേസിൻ്റെ വോയിസ് പോസ്റ്റ് പ്രൊഡക്ഷനിൽ കൃത്രിമം കാണിക്കുകയും അത് കൂടുതൽ ഭയാനകവും ഭീകരവുമാക്കുന്ന രീതിയിലുള്ള വോയിസ് ആക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ആദ്യം പെനിവേസ് ആവാനായിട്ട് പരിഗണിച്ചിരുന്നത് ബെൻമാൻ ഡെൽസൺ, അതുപോലെ തന്നെ സിൽ പോർട്ടർ, മാർക്ക് റൈലൻസ് എന്നിവരെയൊക്കെയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് സിനിമ സജഷൻ വീഡിയോസിനായി നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.